Hello, welcome to AnoopTube. അപ്പോൾ നമ്മളിത് യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അല്ല, നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ ഒരു പഴയൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ടു ഡു ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടു ഡു എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു സിമ്പിളൊരു ആപ്പാണ്. അന്ന് നമ്മൾ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തിട്ട് ആപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കൊരു മെയിൽ വന്നായിരുന്നു. അതായത് ഇമെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറേ മെയിൽസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഈ അക്കൗണ്ട് തുറന്നു നോക്കാറില്ല കേട്ടോ. അപ്പോൾ മെയിൽ വന്നായിരുന്നു. മെയിൽ വന്നപ്പോൾ മെയിലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യാൻ പോകുകയാണെന്ന രീതിയിൽ ഒരു മെയിൽ അയച്ചിരുന്നു. കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ടെർമിനേറ്റ് ആവാതിരിക്കണമെങ്കിൽ എന്ത് വെച്ചാൽ ഞാൻ ഓൾറെഡി ഉള്ള ഒരു ആപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഓൾറെഡി കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന വേർഷനിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആപ്പ് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ, അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും, ഇനി പുതിയ ആൾക്കാരായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കറൻ്റ്ലി സപ്പോർട്ടഡ് അല്ല. ഓക്കെ, അപ്പോൾ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏത് ആപ്പ് ഉണ്ടെങ്കിൽ ഗിറ്റബിലോട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഗിറ്റബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കംപ്ലീറ്റഡ് വേർഷൻ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഗിറ്റബിലൊന്ന് കാണിച്ചു തരാം ആ ആപ്പിൻ്റെ കോഡ്. അപ്പോൾ ഞാൻ ടു ഡു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഞാൻ ഓൾറെഡി പുഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രൊജക്റ്റിന്, അതായത് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ആ ആപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് നമ്മൾ ഓൾറെഡി ഇവിടെ പുഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ നമുക്കൊന്ന് ക്ലോൺ ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്പിനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു 4 വർഷം മുമ്പ് ചെയ്ത സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കുറേ കാര്യങ്ങൾ എഡിറ്റ് കുറേ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ പുതിയ വേർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ എഡിറ്റുകളും കുറേ റീഫാക്ടറിങ് ഒക്കെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ ആണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണമല്ലേ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി ജാവ ഇൻസ്റ്റാൾ ആയിരിക്കണം, നമ്മുടെ സിസ്റ്റത്തിൽ ജാവ ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ ജാവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ജാവേനെ നമുക്ക് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി ജാവയുടെ ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഫോൾഡറിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ സിപ്പ് ഫയൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സിപ്പ് ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഹോമിലോട്ട് മാറ്റുക. ഓക്കെ, ഹോം ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഫോൾഡറിൽ കിട്ടും. ഓക്കെ, അതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഇൻസ്റ്റാൾ linux.tar.txt എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഓക്കെ, ലിനക്സിലായതുകൊണ്ട്. ഓക്കെ, വിൻഡോസിലാണെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാളർ ഫയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റും. സെയിം ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഉബുണ്ടുവിലും വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലിനക്സിലും വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫോൾഡറിലല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ഫോൾഡറിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഓൾഡർ വേർഷൻ ഓഫ് ഉബുണ്ടു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഫോൾഡറിലോട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക. അപ്പോൾ CD ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആൻഡ് ബിൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും ഫയൽസ് കാണാൻ പറ്റും. സെയിം ഫയൽസ് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൽ studio.sh എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ studio.sh ഫയലിനെ നമുക്ക് എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് /studio.sh എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറച്ച് വിൻഡോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ഫയൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും
ഒരു നെസസറി SDK ഫയൽസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാളേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് സൈസ് നമുക്ക് 465 MB ആണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ള നെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റ് നമുക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഫൈ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കറക്റ്റായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആൻഡ്രോയിഡ് SDK നമുക്ക് ഓൾറെഡി ടിക്കായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ശേഷം നമ്മുടെ പാത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഹോം ഫോൾഡറിൽ ആൻഡ്രോയിഡിനകത്ത് SDK എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പുതിയൊരു SDK എന്ന് പറഞ്ഞൊരു ഫോൾഡർ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സെപ്റ്റ് കൊടുക്കും. ഓക്കെ, നമ്മുടെ ലൈസൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യും, ഡൗൺലോഡ് ആവും. അതായത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയുള്ള SDKസും, SDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ SDKs എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഡൗൺലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഡൗൺലോഡ്സ് എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ എമുലേറ്റേഴ്സ് ആണ്. നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു വിർച്വൽ ആയിട്ടുള്ളൊരു ഫോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ എമുലേറ്ററാണ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം SDK എല്ലാ സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്, വേറെ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. പ്രൊജക്ട്സ്, കസ്റ്റമൈസ്, പ്ലഗിൻസ്, ലേൺ, കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ പ്ലഗിൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ട പ്ലഗിൻസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രൊജക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ github.com പാണ്ഡ്യശാല എന്നെടുത്തു. അതിനുശേഷം റിപ്പോസിറ്ററീസിൽ ഞാൻ സെർച്ച് ചെയ്യുന്നത് ടുഡു എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ടുഡു ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനാണ് ഞാൻ ഇപ്പോൾ ക്ലോൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കട്ടെ ഇത് തന്നെയാണോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതിനകത്ത് നോക്കിയിട്ടുണ്ട്, ഗ്രീഡിൽ.ഗ്രേഡിലിനകത്ത്. ഓക്കെ, ടുഡു ആപ്പ്. ഓക്കെ, സെയിം ഫയലാണ് ഞാൻ ആക്സസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുക. അതിനുശേഷം ഗെറ്റ് ഫ്രം VCS എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗിറ്റബ് ആണോ ഗിറ്റബ് കൊടുക്കുക. ഗിറ്റബ് കൊടുത്തതിന് ശേഷം ലോഗിൻ വയ ഗിറ്റബ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓതറൈസ് ഗിറ്റബ് കൊടുക്കുക. ആൻഡ് ഓതറൈസ് ജെറ്റ് ബ്രെയിൻസ് ആൻഡ് കൺഫേം കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏതാണ് ക്ലോൺ ചെയ്യേണ്ടത് ചോദിക്കും. ടുഡു ആപ്പാണ് എനിക്ക് ക്ലോൺ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലോൺ കൊടുക്കുക. അത് ക്ലോണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ട്രസ്റ്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മുടെ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്ത് നമ്മൾ ഗ്രേഡിൻ്റെ വേർഷൻസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മളിപ്പോൾ നോക്കണം, അപ്ഡേറ്റ്സ് എല്ലാം താഴത്തോടെ ആയിരിക്കും ഉണ്ടാവുക. അതായത് IntelliJ IDEയുടെ എല്ലാ അപ്ഡേറ്റ്സും താഴത്തോടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോസസ്സ് ഓൾറെഡി റണ്ണിങ് ആണോ നമ്മൾ നോക്കണം. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഗ്രേഡിൽ ഫയൽസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രേഡിൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കുറേ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കുറേ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രോജക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് അൺസപ്പോർട്ടഡ് ജാവ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. യുവർ ബിൽഡ് ഈസ് കറൻ്റ്ലി കോൺഫിഗർ ടു യൂസ് ജാവ 17.9 ആൻഡ് ഗ്രേഡിൽ 5.41. ഓക്കെ, അപ്ഗ്രേഡ് ഗ്രേഡിൽ വർ ആഫ്റ്റർ ടു 7.1. ഓക്കെ, റീഇമ്പോർട്ട് ദ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അത് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമുക്ക് കുറേ പോസിബിൾ സൊല്യൂഷൻസ്, നമുക്ക് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് അവർ തന്നെ നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. ഓക്കെ, അതായത് ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു ആപ്പാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ എറേഴ്സ് എന്തായാലും വരും. അപ്പോൾ ഈ വരുന്ന എറേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടോ, കുറേ പ്രോഗ്രാംസ് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആപ്പ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രേഡിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേഡിൽ ബിൽഡിങ് ഭയങ്കര ടാസ്ക്കാണ് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ. ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതിൽ നമുക്ക് കുറേ മീംസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ കുറേ മീംസ് ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഗ്രേഡിൽ പറഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ബിൽഡിങ് എൻവയോൺമെൻറ്റാണ്. ഓക്കെ,
ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ C++ലാണെങ്കിൽ സി മേക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മേക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിന് അനലോഗസ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഗ്രേഡിൽ എന്ന് പറയുന്ന സംഭവം. അത് നമുക്ക് കുറേ മൾട്ടിപ്പിൾ ഫയൽസിനെ നമുക്ക് ബിൽഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഫയലാക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെക്കാനിസമാണ്. ഒരു സിമ്പിൾ മെക്കാനിസം എന്നല്ല പറയേണ്ടത്, ഒരു മെക്കാനിസമാണ് ഇത് ഗ്രേഡിൽ എന്ന് പറയുന്നത്. ആ ഗ്രേഡിൽ എന്ന് പറഞ്ഞ മെക്കാനിസമാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഫുൾ വ്യൂ ഇപ്പോൾ ആക്കുന്നില്ല. ഓക്കെ, ഇതൊന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുൾ വ്യൂവിലെത്താം. കുറേ സാധനങ്ങൾ ഡൗൺലോഡ് ആവുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് കുറേ നടത്തുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണിത്. കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബ്രോഡ്ബാൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ബ്രോഡ്ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഡൗൺലോഡിങ് ടൈം നമുക്ക് അല്ലെങ്കിൽ ഡൗൺലോഡിങ് ഡാറ്റയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അല്ല നമ്മളൊരു മൊബൈൽ ഡാറ്റയൊക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡാറ്റ കൺസ്യൂമിംഗ് ആണ്. ഇവിടെ ബിൽഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെലക്ട് ദ ഗ്രേഡിൽ JDK ലൊക്കേഷൻ കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒറാക്കിളിൻ്റെ JDK ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ഇഷ്യൂസും വരുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം ഞാനിത് ഫുൾ വിൻഡോ ആക്കാറുണ്ട്. ഫുൾ വിൻഡോ ആക്കിയതിന് ശേഷം ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ നമ്മുടെ പ്രൊജക്ട്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ജാവ ഫയൽസ് കാണാൻ പറ്റും. ഞാൻ ജാവ ഫയൽസാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. രണ്ട് ആപ്പാടെ 2 ആക്ടിവിറ്റീസ് ഉള്ളൂ. ഒരു ആക്ടിവിറ്റികൾ നമുക്ക് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു XML ഫയലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗ്രേഡിൽ JDK കോൺഫിഗറേഷൻ ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, ആൻഡ് സിങ്ക് നൗ. ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള നമ്മുടെ ഒരു ആപ്പിൻ്റെ ലേഔട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രേഡിൽ കോൺഫിഗറേഷൻ പ്രോജക്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താഴത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് വളരെ ടാസ്ക്കായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ് ടു ഡു എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേഔട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത്, പണ്ട് ചെയ്താണ്. ഓക്കെ, അതിനുശേഷം കണ്ടന്റ് ലേഔട്ട് XML ഉണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ കറൻ്റ് ഉള്ള നമ്മുടെ ടു ഡുവിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോ ഡിവൈസാണ് വന്നിരിക്കുന്നത്. ട്രബിൾ ഷൂട്ട് ഡിവൈസ് കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം AVD മാനേജർ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഡിവൈസ് മാനേജർ ഉണ്ട്. ഡിവൈസ് മാനേജർ എടുക്കുക. അതിനുശേഷം ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇതിലൊരു ഓൾറെഡി ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോൺ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫോണാണ് 6.7 ഇഞ്ചിൻ്റെ ഒരു Pixel 8 Pro അല്ലെങ്കിൽ Pixel 7 ഇതെല്ലാം കുഴപ്പമില്ല. Pixel 6 മതി നമുക്ക് സിമ്പിളായിട്ടുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ലെവൽ 30 ആണ്. സ്റ്റാർട്ട് ഡൗൺലോഡിങ്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. 1.1 GB ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് സൈസ് കൂടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നൗഗട്ടിലോട്ട് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം 775 MB ഉണ്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡായിട്ട് സംഭവം അൺസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അൺസിപ്പ് ചെയ്യാൻ ഇൻസ്റ്റാളേഷൻ അത് ഓട്ടോമാറ്റിക്കായി ചെയ്തോളും. നമ്മൾ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും അത് തന്നെ ചെയ്തോളും. ഓക്കെ, ഒക്കെ ഡൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ എല്ലാം ബേസിക്കലി ഉള്ള ഒരു സെറ്റപ്പ് തന്നെ കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, വിർച്വൽ എൻവയോൺമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിർച്വലായിട്ടൊരു ഫോണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫോൺ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ AVDസിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് മാനേജർ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിവൈസ് മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് കിട്ടും. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സാധനമല്ലേ, അത് കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് പ്ലേ കൊടുക്കുക. അപ്പോൾ അത് വർക്കാവുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണക്റ്റിംഗ് ടു എമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് AVD എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ പറ്റും സിമ്പിളി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഓൾറെഡി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഓൾറെഡി സെറ്റപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഇതിനൊന്ന് താഴത്തോട്ട് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ AVD കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇതിന് ആൾവേസ് ഓൺ ടോപ്പ് കൊടുക്കുക. ഓക്കെ, സിമ്പിളായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റണ്ണ് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും പച്ച കളറിൽ. ഓക്കെ, ഒരു ട്രയാങ്കിൾ. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ ഡിവൈസ് സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡിവൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഗ്രേഡിൽ ബിൽഡ് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ആപ്പ് ഫോണിലോട്ട് നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിലെന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ഫുള്ളി നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോസസ്സിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് റണ്ണാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ വർക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട്, ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയത് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും, ഒരു പുതിയൊരു ടാസ്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ ടാസ്ക് പറയുന്നത് ന്യൂ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. ആൻഡ് ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ആയിട്ട് ആഡ് ആയി ന്യൂ ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്ക് ആ ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോകും. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EFF എന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ആഡ് ചെയ്ത്. ഇതാണ് ഞാൻ ബേസിക്കലി ഉണ്ടാക്കിയിട്ടുള്ള ആപ്പാണ്. ഇതിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഷൻ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇതിൻ്റെ ഞാൻ കമ്മിറ്റ് ചെയ്തില്ല തോന്നുന്നു. ആ കമ്മിറ്റ് ഓൾറെഡി ഇതിൽ കാണുന്നില്ല, ആ കോഡ് നമുക്ക് ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി കൂടുതൽ കുറേ മാറ്റങ്ങൾ വരുത്താണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആപ്പ് ഉണ്ടല്ലോ, അതും ഇതും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് കോഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് വീണ്ടും പഴയ പോലെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് അധികം പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് നോക്കിയത്, എങ്ങനെയാണ് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊരു ബേസിക്കലായിട്ട് നമ്മുടെ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യാവുന്ന രീതിയിലാണ്. ബേസിക്കലി ഇൻട്രൊഡക്ഷൻ അല്ല, ജസ്റ്റ് ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ പറഞ്ഞത്. ബേസിക്കലി എങ്ങനെയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പഴയ ഒരു പ്രോജക്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് വീണ്ടും റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വല്ല കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ആ സമയത്ത്. ഓക്കെ.